ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്നോടാപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ക്ലീനിങ് ടൂളാണ്. അതിൻ്റെ പേര് ക്ലീൻ ജി എന്നാണ്. പോർട്രോണിക്സ് ആണ് ഈ ഒരു ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പോർട്രോണിക്സ് അടുത്ത കാലത്തായിട്ട് നല്ല കിഡിലും ക്വാളിറ്റി പ്രൊഡക്ട്സ് അഫോർഡബിൾ റേറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇന്ത്യൻ കമ്പനി നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് ഒരു നല്ല കാര്യമാണ്. സ്മാർട്ട് ഗാഡ്ജറ്റ് ക്ലീനിങ് കിറ്റ് 20 in 1 എന്നാണ് പറയുന്നത്. 20 ക്ലീനിങ് ടൂളുകൾ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില ഇവിടെ കാണുന്ന വില അല്ല കേട്ടോ. ഇതിന് ഇവിടെ 1599 രൂപ എഴുതിയിട്ടുണ്ട്. ശരിക്കുള്ള വില 644 രൂപ. ഇത് 1 year വാറണ്ടി ഉണ്ട്. അതൊരു നല്ല കാര്യം കേട്ടോ. 1 year വാറണ്ടി ഒക്കെ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ അതിന് മുമ്പ് ഒരു വാർണിംഗ് ഉണ്ട്. ഈ നമ്മൾ OCD ഒക്കെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കരുത് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത് മരിക്കും. വാറണ്ടി കാർഡ് നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് പോർട്രോണിക്സ് എന്നുള്ളൊരു എഴുത്ത്. ഇവിടെ ഒരു ബ്രഷ് ഉണ്ട്. ബ്രഷ് പുറത്തേക്ക് ആക്കാനായിട്ടാണ് ഈ സാധനം. നല്ല സ്മൂത്ത് ഉണ്ട്. നല്ല കിഡിലും സാധനമാണ്. നമുക്ക് ഈ കീബോർഡൊക്കെ ഉണ്ടല്ലോ, കീബോർഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡ് ഒന്ന് വേണമെങ്കിൽ ചുമ്മാ ക്ലീൻ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഈ കീബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ ഡസ്റ്റൊക്കെ തൂത്ത് കളയാനായിട്ട് ബെസ്റ്റ് സംഭവമാണ്. ലാപ്ടോപ്പോ ഒക്കെ ക്ലീൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരെണ്ണമായി ഒരു ടൂൾ അവിടെ ഉണ്ട്. രണ്ടാമത്തെ സംഭവം നമുക്കിവിടെ തുറക്കാം അല്ലേ? തുറന്നു. അപ്പോൾ തുറക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ടൂളുകൾ കുറേ എണ്ണിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. നമുക്ക് ഏറ്റവും കുറഞ്ഞ നമ്പറിൽ നിന്ന് തുടങ്ങാം. 13 നോക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കുഞ്ഞി ബ്രഷ്. ഇങ്ങനത്തെ ഇത്രയും കുനുകുനാ സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഭ്രാന്താവട്ടെ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ. അടുത്തത് 14. വീണ്ടും ഇത് നമ്മൾ ഇതുപോലുള്ള എന്താ പറയുക, ഈ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ ഇതാണ്ട ഇങ്ങനെ ഉള്ളിലേക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷെ ഇതൊരു കൊള്ളാട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ആലോചിച്ചുണ്ടാക്കിയിട്ടുണ്ട് അവർ. പിന്നെ 15, 16 വീണ്ടും ഒരു ചെറിയ ബ്രഷും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഫൗണ്ടൻ പാനയുടെ നിബ് പോലത്തെ ഒരു സംഭവം. ഇതും ഇതുപോലെ തന്നെ ഉള്ളിലുള്ള എന്തെങ്കിലും ഡസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേർട്ടൊക്കെ ക്ലീൻ ചെയ്യാനാണ്. 17 വീണ്ടും ഒരു ചെറിയ ബ്രഷാണ്. ഓക്കെ, ഭയങ്കര ചെറിയ നല്ല ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. കൊള്ളാട്ടോ, ഇതും കൊള്ളാം. പിന്നെ 18 വീണ്ടും ഇതുപോലെ ചെറിയ ഗ്യാപ്പുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബ്രഷ്. ഇത് കാണുമ്പോൾ പണ്ട് നമ്മൾ കുപ്പി ഇടാനൊക്കെ ബ്രഷ് മേടിക്കില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് മൈക്രോ ഫൈബർ ടിപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ചെറിയ ഫൈബർ ടിപ്പാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും ദുർഘടം പിടിച്ച അവസ്ഥകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതെ. ഇവിടെയൊക്കെ ഇപ്പോൾ ക്യാമറ ഒക്കെ ക്ലീൻ ചെയ്യണ, ലെൻസൊക്കെ ക്ലീൻ ചെയ്യണ ഇങ്ങനെ പിന്നെ ബ്രഷുകൾ വേറെ ടൈപ്പ് ബ്രഷുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ബ്രഷാണ്. അതുപോലെ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. നല്ല സോഫ്റ്റാണ്. ഇത് ഹാർഡാണ്, ഇത് സോഫ്റ്റാണ്. ഓക്കെ, ഈ സാധനം ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് ഈ വശം കൊണ്ട് ക്ലീൻ ചെയ്യാം, അത് കഴിഞ്ഞ് ഈ വശം കൊണ്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്തും കിട്ടും ഇതിന്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും താഴെയുള്ള ഭാഗം ഇങ്ങനൊരു ഷേപ്പാണ്, ഹെക്സഗണൽ ഷേപ്പാണ്. അപ്പോൾ അത് നമുക്ക് പിടിപ്പിക്കാനാണ്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതൽ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ല. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് റീച്ച് കിട്ടാനായിട്ട്. ഇത് ക്ലീനിങ് ലിക്വിഡാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ലെൻസുമൊന്നൊക്കെ ഇങ്ങനെ പൊടി അടിച്ച് കളയാം. കുറേ ചെയ്യേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഏകദേശം എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് അടച്ചാൽ 20 in 1 വേറൊരു സാധനം കൂടി ഉണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതും മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് സ്ക്രീനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇല്ലേ? ഈ സാധനം സിം എജക്ടർ ടൂളാണ്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് ഈ രണ്ടെണ്ണം അത് നമ്മുടെ മെക്കാനിക്കൽ കീബോർഡില്ലേ, മെക്കാനിക്കൽ കീബോർഡിൻ്റെ ഒക്കെ കീസ് ഊരിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതും അതുപോലെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇവിടെ 2 മാഗ്നറ്റ്സ് ഉണ്ട്. ഈ മാഗ്നറ്റ്സ് വെച്ചത് ഹോൾഡ് ചെയ്ത് ഇരിക്കും. ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ബുദ്ധിപരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഈ ഒരു പ്രൈസിന് നമുക്ക് എന്താ പറയുക, നമുക്കെല്ലാം ക്ലീനാക്കി കൊണ്ടുനടക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് വെച്ചാൽ ഈ ഒരു സാധനം വർത്താണ് കേട്ടോ. പിന്നെ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സംഭവം കണ്ടോ, ഇവിടെ ഒരു ബോട്ടിലിരിക്കുന്നുണ്ട് ഈ ക്ലീനിങ് ലിക്വിഡ്. ഇതിൻ്റെ അടിയിലൊരു സ്പ്രിങ് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇത് മുകളിലേക്ക് എപ്പോഴും പോപ്പ് ചെയ്ത് പോരാനായിട്ട് തുറക്കുമ്പോൾ തന്നെ. അങ്ങനെ വളരെ ബുദ്ധിപരമായിട്ട് ഡിസൈൻ ചെയ്തൊരു സംഭവമാണിത്. സംഭവം കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ ഒരു കാര്യം കൂടി, ലാസ്റ്റത്തെ ഒരു സംഭവം കൂടി. ഈ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതായത് ഇത് വെച്ചിട്ട് സ്ക്രീൻ ക്ലീൻ ചെയ്യില്ലേ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ 2 മാഗ്നറ്റ്സിൻ്റെ ഒരു ചെറിയ സംഭവം ഉണ്ട്. അത് അധികം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണത് നിൽക്കണതല്ല, എന്നാലും സ്ക്രീനിൽ വെച്ച് വളരെ ബലത്തിലൊന്നും അമർത്തരുത്. ഇതെങ്ങാനും സ്ക്രീനിൽ കൊണ്ടുകഴിഞ്ഞാൽ സ്ക്രീൻ സ്ക്രാച്ച് ആവും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത്.
അത് മാത്രമേ പ്രശ്നമുള്ളൂ. വേറെ എനിക്കിത് കണ്ടിട്ട് യാതൊരു പ്രശ്നം തോന്നില്ല. അടിപൊളി സാധനമാണ്.